ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7ൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷനായ കൊച്ചുവേളി. തിരുവനന്തപുരം നോർത്ത് എന്ന് അധികം താമസിയാതെ അറിയപ്പെടാൻ പോകുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരം നോർത്ത് ആക്കണമെന്ന് പേര് നോർത്ത് ആക്കണമെന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാരിനൊക്കെ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഇനി കേന്ദ്ര സർക്കാർ ഇത് അപ്രൂവ് ചെയ്ത് വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ്റെ പേര് തിരുവനന്തപുരം നോർത്ത് എന്നാകും. ഇതാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ. ഇത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതുതായിട്ട് പണിത ടെർമിനൽ ഭാഗം. ഇവിടെ ഇപ്പോൾ അമൃത് ഭാരത് സ്കീമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു, അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഇവിടെ പുതിയൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ ആകെ മൊത്തം ലുക്ക് മൊത്തത്തിൽ മാറും. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു ചെറിയ യാത്ര പോകാൻ പോകുന്നത്. നമ്മൾ ഷൊർണൂരിലേക്കാണ് യാത്ര പോകാൻ പോകുന്നത്. നമുക്ക് പോകുന്ന ട്രെയിനാണ് അകത്ത് കിടക്കുന്നത്. ആ പ്ലാറ്റ്ഫോം നമ്പർ 5 കിടക്കുന്ന വണ്ടി. ഏത് വണ്ടിയാണ്? അതാണ് നമ്മുടെ ട്രെയിന് 12202 കൊച്ചുവേളി ലോക്മാന്യ തിലക് ടെർമിനസ് ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ചുവപ്പണഞ്ഞ ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ഇത്രയും കാലം പച്ച കളറിൽ മിന്നി നിന്ന് ഗരീബ് രഥ് എക്സ്പ്രസ് ഇപ്പോൾ ചുവപ്പണിഞ്ഞു. അപ്പോൾ ചുവപ്പണിഞ്ഞുകൊണ്ടാണ് ഇതിലൊരു ട്രിപ്പ് അടിച്ചേക്കാന്ന് വെച്ചാൽ. ഇപ്പോൾ മൊത്തം AC എക്കണോമിക് കോച്ചുകളാണ്. അത്യാവശ്യം എല്ലാം പുതിയ കോച്ചുകളാണ്. എല്ലാം പുതിയല്ല, കുറച്ച് പഴയ കോച്ചുകളുണ്ട്. എന്നാലും മിക്കവാറൊക്കെ പുതിയ കോച്ചാണ്. അപ്പോൾ ട്രെയിനിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്നെല്ലാം കഴിച്ചിട്ട് പോയേക്കാം. രാവിലെ വെളുപ്പിന് നേരത്തെ ഉണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. ഭക്ഷണം കഴിക്കാൻ ഞാൻ പ്ലാറ്റ്ഫോം 6 ഇനി പ്ലാറ്റ്ഫോം 5 ആണ് നമ്മുടെ ട്രെയിൻ. നമുക്ക് ട്രെയിനിൽ പോയി കയറണം. അപ്പോൾ എന്തായാലും ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം ലോക്കോ കാണാൻ പോകും. ലോക്കോ കണ്ടിട്ട് നമ്മൾ ട്രെയിനിൽ കയറുള്ളൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ട്രെയിനായിട്ട് എന്തുകൊണ്ടാണോ പ്ലാറ്റ്ഫോം നമ്പർ 6 കൊടുന്നെടുക്കാഞ്ഞത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് പോകാം. നമുക്കൊരു WAB 4 ആണ് ഇന്നത്തെ ലോക്കോ. ഇത് കാണാം. തൊട്ടപ്പുറത്തെ ലൈനിൽ പ്ലാറ്റ്ഫോം 6ൻ്റെ ലൈനിലൊരു WAG 9 കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിന്. ഏറ്റവും ബാക്കിലാണ് AC ചെയർക്കാർ കോച്ചുകൾ. ഇത് ഇങ്ങോട്ടാണ് 3 ടയർ കോച്ച്. നമ്മൾ യാത്ര ചെയ്യുന്നത് AC എക്കണോമി കോച്ചിലാണ്. കോച്ച് AC എക്കണോമി ആണെന്നുണ്ടെങ്കിലും അവർ ചാർജ് ചെയ്യുന്നത് ഗരീബ് രഥിൻ്റെ സെയിം ഫെയർ ആണ്. ഗരീബ് രഥ് 3rd AC അതേ ഫെയറാണ് ഇതിനും ചാർജ് ചെയ്യുന്നത്. മിക്കവാറും കോച്ചുകളൊക്കെ 2024 മാർക്കിംഗ് ആണ്. ഇടയ്ക്ക് 1-2 പഴയ കോച്ചുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതർവൈസ് ഇവരൊക്കെ പുതിയ കോച്ചുകൾ തന്നെയാണ്. G2 നമ്മൾ G1 ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മുടെ കോച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ച് G1. ഇതൊരു RCF ബിൽറ്റ് കോച്ചാണ്. 22-30-76 22-30-73 2022 മാർക്കിങ്. ഇത് സെൻട്രൽ റെയിൽവേ ഓൺഡ് കോച്ചാണ്. ഇതിപ്പോൾ ബിൽഡേഴ്സ് പ്ലേറ്റ് നോക്കിയിട്ട് ഏത് വർഷമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലോക്കോ ഏതാണെന്ന് നോക്കിയിട്ട് വരാം. പതിവ് പോലെ തിരുവനന്തപുരം ഡിവിഷൻ ട്രെയിൻ നല്ലൊരു ബോർഡ് വെച്ചിട്ടില്ല. അത് തിരുവനന്തപുരം ഡിവിഷൻ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ്. ഇതാണ് ഈ ട്രെയിൻ ആക്കുള്ളൊരു ബോർഡ്. പ്രോപ്പറായിട്ടൊരു ഫുൾ സൈസ് ബോർഡ് വെച്ച് ഗരീബ് രഥ് എക്സ്പ്രസ് വലുതായിട്ട് എഴുതുന്നതിന് പകരം ഒരു കുഞ്ഞി ബോർഡിൽ പേരോ നാളോ ഒന്നും ഇല്ലാണ്ട് ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ വിജയവാഡ ഷെഡിൻ്റെ ലോക്കോ ആണ് 22354 WAB 4. പതിവ് പോലെ എന്ന് പറയേണ്ട കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ വരുന്ന ഓഫ് ലിങ്ക് കാണുന്ന എല്ലാം വിജയവാഡ ഷെഡിനെയാണ്. അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ അറിയില്ല, അതങ്ങനെയാണ് വരുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കോച്ചിനുള്ളിലോട്ട് കയറിയേക്കാം. ഇവിടെ 3A എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലത് കാലെടുത്ത് വെച്ച് കയറുകയാണ്. ഇവിടെ ബിൽഡേഴ്സ് പ്ലേറ്റ് 2023 ബിൽറ്റാണ്. 2023 ജൂൺ 2023 ബിൽറ്റാണ്. ഉള്ളിലോട്ട് കയറാം. 38 മറ്റോ ആണ് എൻ്റെ സീറ്റ് നമ്പർ. ഇതാണ് എൻ്റെ ബർത്ത് 38. അപ്പർ ബർത്ത് കിട്ടിയത് നമ്മൾ ഇന്നലെ ഉച്ചവരെയുള്ളൂ. CR മാർക്കിങ്ങുള്ള കോച്ചാണെങ്കിലും സ്റ്റിക്കറൊക്കെ സദൺ റെയിൽവേയുടെയാണ്. ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് സാധാരണ കേർട്ടനാണ്. ഞാൻ കഴിഞ്ഞുള്ളത് കാണിച്ചിരുന്നു. കേർട്ടന് വരാൻ ഇതിനകത്ത് റോളർ ബ്ലൈൻസ് ആയിരുന്നു. ഇതിൽ കേർട്ടനാണ്. ബാക്കി എല്ലാ സാധനങ്ങളും ആസ് യൂഷ്വൽ ഉണ്ട്. നമ്മുടെ സ്റ്റാർട്ടാണെന്ന് തോന്നുന്നു. ഒരു മഞ്ഞ സിഗ്നൽ കാണാനുണ്ട്. സമയം 7:44 കൃത്യം 7:45 ശംഖൂതി. കൃത്യസമയത്ത് പുറപ്പെട്ടു കേട്ടോ. പെർഫെക്റ്റ്ലി ഓൺ ടൈം. ആ കിടക്കുന്നത് കേരള എക്സ്പ്രസിൻ്റെ റേക്കാണ്. തിരുവനന്തപുരം ന്യൂഡൽഹി. കേരള എക്സ്പ്രസിൻ്റെ മെയിൻ്റനൻസ് കൊച്ചുവേളിയിലാണ്. അതിനപ്പുറത്ത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ മാർക്കിംഗ് ഉള്ളൊരു റേക്ക് കാണാം. അതേതാണെന്നറിയില്ല. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ മാർക്കിംഗ് ഉണ്ടെന്നുള്ള സംഭവം പോർബന്ദർ കൊച്ചുവേളിയാണ്. വെസ്റ്റേൺ റെയിൽവേയുടെ ട്രെയിനാണ്.
അതിപ്പോൾ നമ്മുടെ പുറകെ 9 മണി കഴിയുമ്പോൾ അത് ഇവിടുന്ന് പുറപ്പെടും. ഇതായിരുന്നു കൊച്ചുവേളി യാർഡ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കൊച്ചുവേളി യാർഡ്. ഇവിടുത്തെ പിറ്റ് ലൈനുകളാണ് ഈ കാണുന്നത്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പിറ്റ് ലൈൻസ് ഇവിടെയാണുള്ളത്. നമ്മുടെ വന്ദേ ഭാരതടക്കം ഇവിടെയാണ് മെയിൻ ചെയ്യുന്നത്. ഒരു പിറ്റ് ലൈൻ, 2 പിറ്റ് ലൈൻ ഇലക്ട്രിഫൈഡ് ആണ് ഇവിടെ കാണാം. അപ്പോൾ അങ്ങേറ്റത്ത് കാണുന്നതാണ് മെയിൻ ലൈൻ സ്റ്റേഷൻ. മെയിൻ ലൈൻ സ്റ്റേഷനിൽ 3 പ്ലാറ്റ്ഫോം ഉണ്ട്. 1, 2, 3 അവിടെയാണ്, പിന്നെ 4, 5, 6 ഇവിടെയാണ്. അപ്പം നമ്മളങ്ങനെ കൊച്ചുവേളിയിൽ നിന്ന് പുറത്തിറങ്ങി. കൊച്ചുവേളി സ്റ്റേഷൻ തിരുവനന്തപുരത്താണെന്ന് അറിയാൻ മേലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിരുവനന്തപുരം നോർത്ത് പേര് മാറ്റണം എന്നുള്ള റിക്വസ്റ്റ് തന്നെ. ഇതാണ് മെയിൻ ലൈൻ. നമ്മളിപ്പോൾ അല്പസമയത്തിനകം മെയിൻ ലൈനിലേക്ക് കയറും. അങ്ങനെ നമ്മൾ കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ കഴക്കൂട്ട് എത്തുന്നു. നല്ലോണം ക്ലൗഡിയാണ്. മഴ പെയ്ത് കുളമാക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. കഴക്കൂട്ടം സ്റ്റേഷനാണിത്. തൊട്ടപ്പുറത്തെ FCIയുടെ ഗോഡൗൺ കാണാം. മംഗലാപുരം തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് ആണ് പോകുന്നത്.
വർക്കലയിൽ സ്റ്റോപ്പില്ല, വർക്കല സ്കിപ്പാണ്. തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് കണ്ടാന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ അതിന് താമസിച്ചത് കൊല്ലം ജംഗ്ഷനിലേക്ക് കയറും. നമ്മൾ ഈ ഇരവിപുരം കഴിഞ്ഞു. ഇനി ഒന്ന് സ്പീഡ് കുറയ്ക്കും. നമ്മൾ കൊല്ലം ഹോം എത്താറായതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹോം സിഗ്നൽ റെഡാണ്. കൊല്ലം ഹോം റെഡാണ്. നമ്മൾ അവിടെ നിർത്താൻ വരികയാണ്. ഇതാണ് കൊല്ലം SN കോളേജ്. ഇതാണ് എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്. നമ്മൾ ഈ റണ്ണിനിടയ്ക്ക് ആക്ച്വലി നമ്മൾ 2 ട്രെയിനുകൾ നമ്മൾ മിസ് ചെയ്തു. നമ്മൾ മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ്സും അതുപോലെ ഉണ്ടായിരുന്നൊരു പുനലൂർ നാഗർകോവിൽ എക്സ്പ്രസ്സും. ആക്ച്വലി ഞാനൊന്ന് സ്കൂളിലോട്ട് കയറി ഗ്യാപ്പിലായിരുന്നു രണ്ടും പോയത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നിട്ട് നമുക്ക് സിഗ്നലായി. അപ്പോൾ ഇനി നമുക്ക് കൊല്ലത്തെ വിഖ്യാതമായ റാ വളവിലേക്ക് കയറാം. വളവ് റാ ആണെങ്കിലും പലപ്പോഴും അതൊരു പോലെയാണ് നമുക്ക് അവസ്ഥ. കാര്യം നമ്മൾ പതുക്കെ വേണമല്ലോ ഈ വളവ് പാസ് ചെയ്യാൻ. ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൗൺ ആണല്ലോ.
അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊല്ലം സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. ഈ കാണുന്ന ഒരു പുതിയ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യണം, കാരണം ലെഫ്റ്റ് സൈഡിലാണല്ലോ നമ്മുടെ പ്ലാറ്റ്ഫോം. ഇതൊരു ട്രാക്ക് മെയിൻ്റനൻസ് ഡിപ്പോ ആണ്. ഇവിടെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം വരുന്നത്. അങ്ങേറ്റത്തൊരു EDDSൻ്റെ 22038 കിടക്കുന്നുണ്ട്. ഇതൊരു പാസഞ്ചർ ട്രെയിൻ റേക്കാണിത്. എറണാകുളത്തിന് 14642 ഉണ്ട് ഷണ്ടിങ്. നമ്മൾ ജസ്റ്റ് കൊല്ലം ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരുപാടധികം യാത്രക്കാരൊന്നുമില്ല. എനിക്കൊന്ന് കൊങ്കൺ റെയിൽവേയിലും മണ്ണിടിച്ചിലും മറ്റും പ്രശ്നം കാരണം ലോങ് ഡിസ്റ്റൻസ് യാത്രക്കാർ ഇപ്പോൾ ട്രെയിൻ യാത്ര താൽക്കാലിക അവോയ്ഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇതാണ് കൊല്ലം സ്റ്റേഷന് മറുപുറം. ഈ കിടക്കുന്നത് കൊല്ലം ചെന്നൈ കുമർ എക്സ്പ്രസ് ആണ്. ഇതിനിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് CBC റേക്ക് കിട്ടിയായിരുന്നു. പുതിയ CBC റേക്ക്, പുതിയ റേക്കല്ല, കോച്ചുകൾ പഴയതാണ്, റേക്ക് പുതിയതാണെന്ന് മാത്രം കിട്ടിയായിരുന്നു. അതിന് ഒരു DP40 ഇങ്ങേറ്റത്തുണ്ട്, ഒരു DP40 അങ്ങേറ്റത്തുണ്ട്. എനിക്കൊന്ന് ഇൻകമിങ്ങിലൊക്കെ അവിടെ അകത്ത് കിടക്കുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ മീൻ വൈൽ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു OHE മെയിൻ്റനൻസ് കാറ് കടന്നു വരുന്നുണ്ട്. നമ്മുടെ സ്റ്റാർട്ടറായി കഴിഞ്ഞു. മെയിൻ ലൈൻ ഡിപ്പാർച്ചറായിട്ട് പച്ച തന്നെയാണ്. ആ കിടക്കുന്ന LHB റേക്ക് SMPR ഗ്ലോബൽ റെയിൽവേസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിനാണ്. നമ്മളങ്ങനെ കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു. കാണുന്ന SMPR ഗ്ലോബൽ റെയിൽവേസ് ബോർഡ് കാണാം. ഭാരത് ഗൗരവ് ട്രെയിനാണ്. അതിനപ്പുറത്തൊരു DG4 12206 എറണാകുളത്തിൻ്റെ കിടക്കുന്നുണ്ട്. നല്ലൊരു പെയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്. മീൻവെൽ ഇപ്പോഴത്തെ സൈഡിൽ ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. അതിന് ഗോൾഡൻ ഡ്രോപ്പിന് 40198 ആണ്. ഇനി ഉച്ചയ്ക്ക് ഇത് വർക്ക് ചെയ്യാൻ പോകുന്ന ലോക്കോ. ലൈനിൽ ഇലക്ട്രിഫിക്കേഷൻ ഇതുവരെ കമ്മീഷൻ ആയിട്ടില്ല. ഇലക്ട്രിഫിക്കേഷൻ വയറിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും സബ്സ്റ്റേഷൻ്റെ പണി ബാക്കിയുള്ളതുകൊണ്ട് ഇതുവരെ ഇലക്ട്രിഫിക്കേഷൻ കമ്മീഷൻ ആയിട്ടില്ല. അവരിപ്പോൾ വഴക്കിയാൻ താമസിച്ചാൽ ചെങ്കോട്ടയിലുള്ള സബ്സ്റ്റേഷനിൽ നിന്ന് പവർ വലിച്ച് ഫുൾ ഘാട്ട് ആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പതിവ് പോലെ നമ്മുടെ KSEB ഉഴപ്പുന്നതുകൊണ്ട് പുനലൂരിലെ സബ്സ്റ്റേഷൻ ഇതുവരെ റെഡി ആയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ കൊല്ലത്തേക്ക് കയറുമ്പോൾ വെയിൽ നമ്മുടെ ബാക്കിൽ നിന്നായിരുന്നു. നമ്മുടെ ബാക്കിൽ നിന്ന് ലോക്കോടെ മുകളിലേക്കായിരുന്നു. ഇപ്പോൾ വെയിൽ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മളൊരു വളവാണ് ശരിക്കരുത്. U-ടേൺ ആണ് നമ്മുടെ അടുത്ത്. ഇവിടെ എക്സ്ട്രീം റൈറ്റിലുള്ള ട്രാക്ക് മധുര ഡിവിഷൻ്റെ കീഴിലുള്ള ചെങ്കോട്ട ലൈനാണ്. അവിടെ നമ്മുടെ മധുര ഡിവിഷനാണത്. അത് പുനലൂർ വഴി ചെങ്കോട്ട, പിന്നെ അവിടെ നിന്ന് അങ്ങനെ വിരുദ്ധനഗരമൊക്കെ പോകുന്ന ലൈനാണത്. അപ്പോൾ ആ പോയതാണ് ചെങ്കോട്ടയ്ക്കുള്ള ലൈന്. നമ്മൾ മെയിൻ ലൈൻ വഴി ടുവേർഡ്സ് കായംകുളം പോവാണ്. 12202 ഗരീബ് രഥ് എക്സ്പ്രസ് കായംകുളത്ത് നിന്ന് കോട്ടയം വഴിയാണ് എറണാകുളത്തേക്ക് പോവുക. അപ്പുറത്ത് പണിയിരിക്കുന്ന റോഡിൻ്റെ പാലമാണ് അല്ലേ?
നമ്മളിപ്പോൾ മൺട്രോത്തുരുത്തിലാണ്. ഈ കാണുന്നതൊക്കെ മൺട്രോത്തുരുത്തിലെ ഫിഷിങ്ങും അതുപോലെ റിസോർട്ടുകളും ഒക്കെയുള്ള പ്രദേശമാണിത്. മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ. എറണാകുളം, കൊല്ലം മെമ്മോണ് കോട്ടയം വഴി. നമ്മൾ ജസ്റ്റ് ആലപ്പുഴ ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. കായംകുളത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്പം മുമ്പാണ് ഓച്ചിറ പാസ്സായത്. ചെന്നൈ തിരുവനന്തപുരം മെയിലാണ് 1263. ഇതാണ് നമ്മുടെ കോച്ച് G1. നേരത്തെ കാണിച്ചത് കൊച്ചുവേളിയിൽ നിന്ന് നമ്മൾ കാണിച്ചു എന്നുള്ളത്. നമ്മളിപ്പോൾ കായംകുളം ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് റൈറ്റിലുള്ള ട്രാക്കിൽ കോട്ടയം വഴി നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും. ഇപ്പോൾ കൃത്യസമയമായ 9:25 നമ്മൾ അനങ്ങി തുടങ്ങിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കായംകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചെങ്ങന്നൂരാണ്.
ഈ ഇടത്തോട്ട് പോകുന്നതാണ് ആലപ്പുഴ ഭാഗത്തേക്കുള്ള ലൈന്. നമ്മൾ ശരിക്കും ആലപ്പുഴ ഭാഗത്തേക്കുള്ള ലൈനിലായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം. ആലപ്പുഴയുടെ ഡൗൺ ലൈനിലായിരുന്നു നമ്മുടെ പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ ജസ്റ്റ് കോട്ടയം ലൈനിലോട്ട് കയറി. അപ്പോൾ ഈ ലൈനിൽ 2 മൈലേജ് മാർക്കേഴ്സ് കാണാൻ പറ്റും. ഒന്ന് 99, അത് ആലപ്പുഴ വഴി എറണാകുളത്തേക്കുള്ള ദൂരമാണ്. മറ്റേ 113, അത് കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള ദൂരമാണ്. 2 മൈലേജ് എറണാകുളത്ത് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം ലൈൻ വഴി നമ്മുടെ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇതേ റൂട്ട് വഴി ഞാൻ പോയിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ലൈൻ വഴിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കോട്ടയം ലൈൻ വഴിയാണ്. ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ ഈ റൂട്ട് വഴി യാത്ര ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. ഈ റൂട്ട് എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. റെയിൽ മദത്ത് വഴി നിങ്ങൾക്ക് സൗകര്യം, അതായത് അസിസ്റ്റൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ നമ്പേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് 139 ഈ കാണുന്ന സിൻടാക്സ് പ്രകാരം നമുക്ക് കംപ്ലയിൻറ്റ് അയക്കാവുന്നതാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കോച്ച് വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ OB_C/ നമ്മുടെ PNR നമ്പർ 139 SMS അയക്കുക. ഈ ഒരു സാധനത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാൻ നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് ഉപകാരം വരുന്നൊരു സംഭവമാണിത്. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ്. കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് നമ്മൾ ഈ റൂട്ടിൽ പോകുന്ന കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മൾ മാവേലിക്കര സ്റ്റോപ്പിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ചെങ്ങന്നൂരോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂർ എന്ന് പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടാണ് ബിഗ് 3-ലെ ഒന്നാമനാണ് നമ്മൾ സൗത്തിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ ചെങ്ങന്നൂർ സ്റ്റേഷൻ, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി നടക്കുന്ന 3 സ്റ്റേഷനിൽ ഏകദേശം 9 കിലോമീറ്റർ ഗ്യാപ്പിലാണ് 3 വരെ കിടക്കുന്നത്. എന്നാലും എല്ലാ ട്രെയിനുകളും ഈ 3 സ്റ്റേഷനിൽ നിർത്താറുണ്ട്. അങ്ങനെ നിർത്താണ്ട് പോകുന്ന ട്രെയിനുകൾ വളരെ വളരെ വിരളമാണ്. നമുക്ക് എന്തായാലും സ്റ്റോപ്പുണ്ട്. നമ്മൾ ജസ്റ്റ് ചെങ്ങന്നൂരിലോട്ട് കയറുന്നത് ഇപ്പോൾ. നമ്മൾ ജസ്റ്റ് ചെങ്ങന്നൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെങ്ങന്നൂർ സ്റ്റേഷൻ ശബരിമല കാലത്ത് നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ്. അപ്പോൾ ജസ്റ്റ് നട അടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത മാസം ശബരിമല നട തുറക്കുമ്പോൾ വീണ്ടും തിരക്കാവും. പിന്നെ ഒക്ടോബർ മുതൽ നല്ല തിരക്കാവും. ഇവിടുന്ന് ഒരുപാട് പേര് കയറാനുണ്ട്. നമ്മളങ്ങനെ ചെങ്ങന്നൂർ എത്തിയിരിക്കുകയാണ്. സമയത്താണെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് കയറാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഡോർ ഒഴിഞ്ഞു കൊടുത്താണ്. നമുക്കിനി നമ്മുടെ അപ്പുറത്തെ ഡോറോട് പോയി കയറിയേക്കാം. ഈ RCF ബിൽറ്റ് കോച്ചുകൾക്കൊരു കുഴപ്പമുണ്ട്. RCF പെയിൻ്റ് അടിക്കില്ല, പകരം RCF വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഇത്. അതിൻ്റെ പശയാണ് ഈ പുറത്ത് കാണുന്നത്, ഈ വൃത്തികേടായിട്ട് കാണുന്നത്.
നമ്മൾ അത്യാവശ്യം ബിഫോർ ടൈമാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറക്റ്റ് ടൈമിന് പുറപ്പെട്ടു. പമ്പ നദിയാണ്. അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. ദൈവം സാധിച്ച് ഇന്ന് ചെറുതായിട്ട് മഴ മാറി നിൽക്കുന്നുണ്ട്. മഴയത്തെ യാത്ര നല്ല രസമാണെങ്കിലും നല്ല വീഡിയോഗ്രാഫി അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് ഭാഗ്യത്തിന്. നല്ല മഴക്കാറുണ്ട്. വീടെത്തുന്നവരെ മഴ പെയ്യാണ്ടിരുന്നാൽ നന്നായിരുന്നു. നമ്മൾ ജസ്റ്റ് തിരുവല്ല സ്റ്റേഷനോട് കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും അത്യാവശ്യം നല്ലോണം യാത്രക്കാരുണ്ട്. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോം വഴി ഗുരുവായൂർ മധുര എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. കൊല്ലം ചെങ്കോട്ട വഴി പോകുന്ന വണ്ടി. ആ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മളതിൻ്റെ ഒരു 2 പാർട്ട് സീരീസായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വിജയവാഡ ലോക്കോന് 22664. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. നാള് കയറണം തിരിച്ച് കയറണം. അങ്ങനെ തിരുവല്ല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ സ്റ്റോപ്പായ ചങ്ങനാശ്ശേരിയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലായിരുന്നു. അവിടുന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലേക്ക് വന്നു. അവിടെ നമ്മൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലോട്ട് ജസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു.
നമ്മളങ്ങനെ ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രെച്ചിൽ, അതായത് കായംകുളം കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നവരാണ് കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിയാണ് കളിക്കുന്നത്. ഒരു ആവേശം കൊണ്ട് കിട്ടുന്നില്ല. എനിക്കൊന്ന് കോട്ടയം കഴിയുമ്പോൾ ആവേശം കയറുമായിരിക്കും. പിന്നെ ട്രാക്കിൽ കുറച്ച് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം സ്ലോ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് പേരൊന്നുമില്ല ഇവിടെ, പക്ഷെ എന്നാലും അത്യാവശ്യം ആളുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി സിഗ്നൽ ആയിക്കഴിഞ്ഞു. നമ്മുടെ അഡ്വാൻസ് ഓൾറെഡി പച്ചയാണ്. നമ്മൾ അത്യാവശ്യം ലേറ്റുമാണ്. അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടു. എറണാകുളം കായംകുളം മെമു എക്സ്പ്രസ്. നമ്മൾ ജസ്റ്റ് കോട്ടയത്തേക്ക് അടുക്കുന്നു. കോട്ടയത്തെ പഴയ ടണലുകൾ എത്താറായി. പഴയ ടണലിലെ രണ്ടാമത്തെ ടണലായിരുന്നു അത്. ഇതായിരുന്നു ഒന്നാമത്തെ ടണൽ. ഒന്നാമത്തെ ടണലിൽ ഇപ്പോൾ വലിയ ലൈനുണ്ട്, ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഷണ്ടിങ് ലൈനാണെന്ന് തോന്നുന്നത്. പക്ഷെ അത് കണ്ടിട്ട് ഉപയോഗിക്കുന്ന മട്ടൊന്നും കാണുന്നില്ല. നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. അതേപോലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചധികം പേര് കയറാനുണ്ട്. നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മേടിക്കാനൊന്നും കിട്ടില്ല. സ്റ്റോളുകളൊന്നുമില്ല. വെൻഡേഴ്സ് വല്ലതും വന്നാൽ ഇവിടെ വെൻഡേഴ്സ് ആരും കാണാനുമില്ല. ഒരു സൈഡിൽ വാഫോർ 2230 കിടക്കുന്നുണ്ട്. അത് ടീ ഗാർഡൻ എക്സ്പ്രസിൻ്റെ ലോക്കമാണ്. അത് ടീ ഗാർഡൻ എക്സ്പ്രസ് എറണാകുളം കോട്ടയം പാസഞ്ചറായിട്ട് ഇങ്ങോട്ട് വരും. വൈകുന്നേരം ഇവിടുന്ന് കോട്ടയം എറണാകുളം പോയിട്ടാണ് പിന്നെ ടീ ഗാർഡൻ വന്നത്. നമ്മളങ്ങനെ കോട്ടയത്തെത്തി. തൊട്ടപ്പുറത്തായിട്ടാണ് കോട്ടയത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതാണ് ബസ് സ്റ്റാൻഡ്. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്.
കോട്ടയം അത്യാവശ്യം മേജർ സ്റ്റോപ്പാണ്, കുറച്ച് നേരം നിൽക്കുമായിരിക്കും പച്ചയാണെങ്കിലും. ഇപ്പം നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനി ഏകദേശം എറണാകുളം വരെ ഷെഡ്യൂൾഡ് ക്രോസിങ്സ് ഒന്നുമില്ല. കാരണം ഇന്ന് ജനശതാബ്ദി ഇല്ലാത്ത ദിവസമാണ്. ഇപ്പോൾ ജനശതാബ്ദി ഇല്ലാത്തതുകൊണ്ട് ആ ക്രോസിംഗ് ഇല്ല. വേറെ ഞാനിപ്പോൾ നോക്കിയിട്ട് വേറെ ക്രോസിംഗ് ഒന്നും കണ്ടില്ല. ഒന്നുകൂടെ എടുത്ത് നോക്കുക, ഏതെങ്കിലും പാസഞ്ചറോ എല്ലാം മിസ്സായി പോയിട്ടുണ്ടോയെന്ന്. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ക്രോസിംഗ് ഒന്നുമില്ല. ഇങ്ങോട്ട് ഡ്രൈ കുറേ നേരത്തേക്ക്. ഈ കാണുന്ന ബസ്സുകൾ മിക്കവാറും എല്ലാം കിഴക്കൻ മേഖല ഭാഗത്തോട്ട് പോകുന്ന വണ്ടികളാണ്. അതായത് കുമളി, കട്ടപ്പന, അതുപോലെ നെടുങ്കണ്ടം, പൊൻകുന്നം, അങ്ങനെയൊക്കെ റൂട്ടുകളാണ് മെയിനായിട്ട് ഇവിടുന്ന് കാണുന്നത്. നമ്മളങ്ങനെ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോഴത്തുള്ളത് പ്ലാറ്റ്ഫോം 1A ആയിരുന്നു. 1A എന്ന് പറയുന്ന ഒരു ടെർമിനൽ പ്ലാറ്റ്ഫോമാണ്. മെമു അതുപോലെ വന്ദേ ഭാരതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും വേണമെങ്കിൽ. ഇടയ്ക്കൊരു കോട്ടയം ചെന്നൈ വന്ദേ ഭാരത് ഉപയോഗിച്ചപ്പോൾ ഈ പ്ലാറ്റ്ഫോമായിരുന്നു. കോട്ടയം ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഡ്രൈ ആണ്. നേരത്തെ പറഞ്ഞാൽ നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. മഴക്കാറുണ്ട്, മഴയില്ല. മഴയില്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ചുറ്റോടെ. നമ്മളിപ്പോൾ ഏകദേശം പിറവം റോഡ് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വൈക്കം റോഡ് കഴിഞ്ഞല്ലോ. ഇപ്പോൾ കഴിഞ്ഞത് വൈക്കം റോഡ് SSP ആയിരുന്നു. കഴിഞ്ഞ താമസിച്ച് നമ്മൾ പിറവം റോഡ് എത്തുമായിരിക്കും. ആ സൈഡിങ് എനിക്കൊന്നു ന്യൂസ് പ്രിൻസിലോട്ട് പോകുന്ന സൈഡിങ് എന്ന് തോന്നുന്നു. പണ്ട് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ആയിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ ഏറ്റെടുത്ത് കേരള ന്യൂസ് പ്രിൻ്റ് ആയി തോന്നുന്നു. പിറവം റോഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേരെന്നുണ്ടെങ്കിലും സ്റ്റേഷൻ്റെ പേരെന്നുണ്ടെങ്കിലും ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും വെള്ളൂർ എന്നാണ്. നമുക്ക് സ്റ്റാർട്ടർ ആയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മൾ തൊട്ട് മുന്നിൽ ഒരു പാസഞ്ചർ പോയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ റെഡാണ്. ഫ്രണ്ടിലത്തെ പാസഞ്ചർ ഇതുവരെ സെക്ഷൻ ക്ലിയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് പച്ചയായി.
നല്ല വെള്ളം ഒഴുക്കുമുണ്ട് കണ്ടോ. അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറയിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോൾ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല, അന്ന് കമ്മീഷനിങ് ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ഫംഗ്ഷനിലാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയാണ് മെട്രോയുടെ ടെർമിനൽ സ്റ്റേഷൻ, ഇങ്ങേറ്റത്തെ ടെർമിനൽ, മറ്റേറ്റം ഇപ്പോൾ വേണം. മെട്രോ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ടൊരു പ്രോപ്പർ പാസേജ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അവർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. നമുക്ക് ഇവിടെയും അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്, നമ്മുടെ സിഗ്നൽ റെഡാണ്. അപ്പോൾ വലതുവശത്തെ ലൈൻ ഇരുമ്പനം യാർഡിലേക്ക് പോകുന്നതാണ്. അപ്പുറത്ത് ഈ റിഫൈനറിയുടെ അങ്ങോട്ട് പോകുന്ന ലൈനാണത്. അതൊരു ട്രയാങ്കിൾ പോലെയാണ്. ആ ലൈനിൻ്റെ തന്നെ മറ്റൊരു സൈഡും കൂടെ ഉണ്ട്, അതായത് ഇരുമ്പനം സൈഡിൽ നിന്ന് ടുവേർഡ്സ് മാർഷലിംഗ് യാർഡ് വരുന്നത്. അധികം താമസിയാതെ എറണാകുളം മാർഷലിംഗ് യാർഡിലെത്തും. മാർഷലിംഗ് യാർഡിലാണ് എറണാകുളത്തിൻ്റെ കോച്ചിങ് ഡിപ്പോ ഉള്ളതും അതുപോലെ ഫ്രൈറ്റ് വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ ഉള്ളതും. കണിയമ്പുഴ വാസേ നമ്മളിപ്പോൾ വൈറ്റില ഭാഗത്തെത്തി. അവിടെ ഗോൾഡ് സൂക്കാണ്, പഴയ ഗോൾഡ് സൂക്ക്. ഗോൾഡ് സൂപ്പില്ല, ഗോൾഡ് സൂപ്പൊക്കെ കടഞ്ഞുപോയി. വൈറ്റില പാലമാണ്. ഇപ്പോൾ റൈറ്റിലോട്ട് ഫർദർ പോകുന്നത് മാർഷലിംഗ് യാർഡിലേക്ക് പോകുന്ന ലൈനാണ്. ഈ ലൈൻ നേരെ എറണാകുളം മാർഷലിംഗ് യാർഡിലേക്ക് പോകും. വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ ആ സൈഡിലേക്ക് പോകും. നമുക്ക് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ കോച്ചിങ് ഡിപ്പോ കൂടെ ഒന്ന് കണ്ടേക്കാം. നമ്മുടെ വാഗൺ മെയിൻ്റനൻസ് ഡിപ്പോ നമ്മൾ എന്തെങ്കിലും 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം കോച്ചിങ് ഡിപ്പോ കാണാം. ഈ പുതിയ ഷെഡ് വീൽ ടേണിംഗ് ലേത്താന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് സ്ട്രക്ചർ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. അപ്പുറത്തോട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു ഷെഡ്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള IOH ഷെഡ്. എനിക്ക് IOH ഷെഡ് കൂടാതെ ഒരു വീൽ ടേണിംഗ് ലേറ്റും കൂടി വരിക തോന്നുന്നു ഇവിടെ. ഒരു പിറ്റ് ലൈൻ ഇലക്ട്രിഫൈഡ് ആണ്. ഇപ്പോൾ ഇലക്ട്രിഫൈഡ് പിറ്റ് ലൈനിൽ വന്ദേ ഭാരതിൻ്റെ മെയിൻ്റനൻസ് സൗകര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അധികം താമസിച്ചാൽ നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഓടി തുടങ്ങുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം.
വണ്ടിയിലെ ബോർഡ് ബംഗളൂരു സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് എന്നാണ്. പിന്നെ ബൈ ട്രൈ വീക്ക്ലി SMVT എക്സ്പ്രസിൻ്റെ റേക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അപ്പുറത്ത് ഒരു റേക്കും കൂടി ഉണ്ട്. ആ SMVT റേക്ക് കിടക്കുന്നതാണ് ഇലക്ട്രിഫൈഡ് പിറ്റ് ലൈൻ. ഒരു പിറ്റ് ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്നത്, 3 പിറ്റുണ്ട്, ഒരെണ്ണം മാത്രമാണ് ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്നത്. അതിലെന്തോ വർക്ക് നടക്കുന്നുണ്ട്. കാര്യം ഇലക്ട്രിഫിക്കേഷൻ അതിൽ ന്യൂട്രൽ എർത്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കും മംഗളയുടെ റേക്ക് കിടക്കുന്നത്. നടുക്കലത്തെ പിറ്റ് ലൈൻ കാലിയാണ്. കടത്തി വിടാൻ പോകണമെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ ജസ്റ്റ് നോർത്തിലോട്ടുള്ള ബൈപ്പാസ് ലൈനിലോട്ട് കയറാൻ പോവാണ്. ആ കിടക്കുന്നവനാണ് നമ്മൾ ഇത്രയും നേരം വഴി മുടക്കിയവൻ. ഇങ്ങനെ ഓടുന്ന ട്രെയിനിൽ കയറി ഇറങ്ങുകയൊന്നും ചെയ്യരുത്. ഒരുമാതിരി KSRTCയുടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് എറണാകുളം ജംഗ്ഷൻ എഴുതിയിരിക്കുന്നത്. ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ ഉള്ളതൊന്നും ഉപയോഗിക്കില്ലെന്ന് വാശിയാന്ന് തോന്നുന്നു. എയ്റ്റ് മെമോ. നമ്മൾ ഔട്ടറിലൊന്നും പിടിച്ചിട്ടാണ് നമ്മൾ നേരെ എറണാകുളം നോർത്ത് സ്റ്റേഷനോട് കയറ്റാൻ പോകുന്നതാണ് കണ്ടിട്ട് തോന്നുന്നത്. ആ ലൈൻ മേർജ് ചെയ്യുന്ന കൂടെ ഒന്ന് കണ്ടേക്കാം നമുക്ക്. നമ്മുടെ ലോങ് റേക്ക് 21 കോച്ചിൻ്റെ റേക്കാണ് നമ്മുടെ. ഇതാണ് മെയിൻ ലൈൻ. നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലൂടെ ജസ്റ്റ് മേർജായി. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ്, അതായത് നമ്മൾ അപ്പ് ലൈനിലേക്ക് ജോയിൻ ചെയ്യും. അവിടെ എറണാകുളം നോർത്ത് ഹോം സിഗ്നൽ കാണാൻ നോക്കുക. എറണാകുളം ടൗണ് ഹോം സിഗ്നൽ കാണാം. നമുക്ക് ലൂപ്പിലോട്ട് പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് കയറി അല്പം മുന്നോട്ട് പോയിട്ട് വീണ്ടും ലൂപ്പിലോട്ട് കയറിയിട്ട് എറണാകുളം നോർത്തിൽ നമ്മൾ നിർത്തും. നമുക്ക് എറണാകുളം സൗത്തിൽ ഈ വണ്ടി പോവില്ല, കോട്ടയമുള്ള വണ്ടിയാണ്. എറണാകുളം നോർത്തിലാണ് നമ്മുടെ സ്റ്റോപ്പ്. അപ്പം നമ്മൾ ജസ്റ്റ് എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. കാലിയാണ് എല്ലാ ലൈനും. ഇപ്പോൾ കുറേ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഈ സൈഡിൽ. ഇവിടെ ഒരു പുതിയ ഇന്ത്യക്ക് ഒരു റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സും സ്റ്റേഷൻ ബിൽഡിങ്ങും എല്ലാം ആയിട്ട് അങ്ങനെ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരല്പം ലേറ്റാണ്. സമയം ഇപ്പോൾ 11:50 എന്നാണ് സ്റ്റേഷൻ ക്ലോക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അല്പം ലേറ്റാണ്. കുറേ പേര് ഇവിടുന്ന് കയറാനുണ്ട്.
മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്. അങ്ങനെ നമ്മൾ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി നമുക്ക് ആലുവയിലെ സ്റ്റോപ്പുണ്ടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ 80 kmph പാതയിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമുക്ക് ഷൊർണൂർ വരെ 80 kmph ആണ്. നമ്മൾ ഷൊർണൂർ ഇറങ്ങും. അത് കഴിഞ്ഞ് യാത്ര ചെയ്തിരുന്നെങ്കിൽ ഒരു 1 ടൺ നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഒരു ഷോർട്ട് യാത്ര മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ്. ആ കിടന്ന റേക്ക് വീക്കിലി കപ്പാസിറ്റിയാണ്. കൊച്ചി മെട്രോയുടെ മുട്ടം യാർഡ്. സെക്കന്ദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ആണ്. നമ്മൾ ആലുവയിലേക്ക് എത്തി. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരും പിന്നെ ഷൊർണൂരാണ് സ്റ്റോപ്പുള്ളത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല കേട്ടോ, റൺ ത്രൂ ആണ്.
കഴിഞ്ഞാണ് 30 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ എത്ര സ്ലോ ആയത്. ഇത് പാലത്തിൽ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂരാണ്. അത് കഴിഞ്ഞ് നമ്മൾ നിർത്താൻ പോകുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷനായ ഷൊർണൂരാണ്. ഞാൻ പെട്ടെന്ന് ആലുവ മണപ്പുറം സ്ഥലത്ത് കാണിക്കാം. ആലുവ മണപ്പുറത്തുനിന്ന് വെള്ളം ഇറങ്ങി. കർക്കിടക 1 അവിടെ വെള്ളം കയറിയായിരുന്നു. വെള്ളം ഇറങ്ങി കഴിഞ്ഞു. രണ്ടാമത്തെ പാലം. ഇതിലെപ്പോഴും വെള്ളം പതിവ് കുറവാണ്, കുറഞ്ഞിരിക്കുന്നതാണ് പതിവ്. കാര്യം ഇതൊരു കൈവഴിയാണ്. ഇവിടെ കൊച്ചി എയർപോർട്ട്. ഹായ്. ഇപ്പോൾ ആപ്രണിൽ നിറച്ച് എയർക്രാഫ്റ്റ്സിന് ഏതോ പറഞ്ഞ ടേക്ക് ഓഫിന് പോകുന്നുമുണ്ട്. ആപ്രൺ ഫുള്ളാണ്. ഡൊമസ്റ്റിക്കും നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇൻ്റർനാഷണൽ നിറച്ച് എയർക്രാഫ്റ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കൊച്ചിയുടെ മറ്റേ ഇൻ്റർനാഷണൽ ടെർമിനൽ എക്സ്പാൻഷൻ വർക്ക്സ് ഓൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു. ടെർമിനൽ 3 അവർ എക്സ്പാൻഡ് ചെയ്യാണ്. അവിടെ പുതിയ ഗേറ്റുകളും പുതിയ ആപ്രണൊക്കെ വരുന്നുണ്ട്. ശബരിവാദം. ഈ കാട്ടിനകത്ത് എവിടെയോ ശബരി ലൈൻ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പുറത്ത് വരുന്ന കാണാം. ഇത് റൂഫിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്സാണ്. മഴ വാഗണയനോ. അപ്പം അങ്ങനെ നമ്മുടെ ഹോം സ്റ്റേഷനായി ഇരിങ്ങാലക്കുട വഴി പാസ് ചെയ്യണം.
ഈ മരം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് വീണ്ടും കാണിക്കണം എന്ന് തോന്നി. കന്യാകുമാരിയിലേക്കുള്ള പരശുരാം എക്സ്പ്രസ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ തൃശ്ശൂരിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പെരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊട്ടപ്പുറത്തായിട്ട് വാപ്പ് 1 ആണെന്ന് തോന്നുന്നത്, ഒരു ലോക്കോ ഉറപ്പുണ്ട്. 22013 ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ. വൈകുന്നേരം തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറായിട്ട് ഇത് തിരിച്ചു. പഴയ തൃശ്ശൂർ കോഴിക്കോടായിരുന്നു. പിന്നെ പാലക്കാട് ഡിവിഷൻ്റെ ബുദ്ധിപരമായ നീക്കം കാരണം അതിനെ തൃശ്ശൂർ വരെ ആക്കി അവർ ചെറുതാക്കി. തൃശ്ശൂർ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ഏത് വണ്ടി വരാൻ എനിക്കൊന്ന് പട്ന എറണാകുളം വരാനുണ്ട്. ഇന്ന് പിന്നെ അതുപോലെ ധൻബാദ് ആലപ്പുഴയും ലേറ്റാണ്. അതിനൊക്കെയുള്ള തിരക്കായിരിക്കും കാണുന്നത്. നമുക്ക് പോകണ സ്റ്റാർട്ടറായി. പച്ചയാണ്, കാരണം പരശുരാം കുറച്ച് ദൂരം പോയി കഴിഞ്ഞു. ഇപ്പോൾ പട്ന എറണാകുളം എക്സ്പ്രസ് ഉടനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ന എറണാകുളം എക്സ്പ്രസ് ആണ് പോകുന്നത്. ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് ആണ് പോകുന്നത്. നാറ്റം സഹിക്കുന്നില്ല. ഇവിടെ വെച്ച് കുറച്ച് മഴയുണ്ടായിരുന്നു, പൊളിച്ചേനെ. പോട്ടെ.
വള്ളത്തോൾ നഗറിലെ പ്ലാറ്റ്ഫോമൊക്കെ മാറുകയാണല്ലോ. നല്ല റെഗുലർ ഹൈറ്റുള്ള പ്ലാറ്റ്ഫോം വരെയാണ് അവിടെ. നമ്മൾ വള്ളത്തോൾ നഗറിൽ നിന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ലോ ലെവൽ പ്ലാറ്റ്ഫോം ആയിരുന്നു. സ്റ്റേഷനിൽ ഒരുപാട് പണി നടക്കുന്നുണ്ട്. മുകളിലൂടെ കയറിയാലൊരു സ്ലോപ്പ് പണിതിട്ടുണ്ട്. പിന്നെ അത് ബെഞ്ചുകളൊക്കെ പോയി തിരിച്ചു വരുമായിരിക്കും. ഇനി ഫുൾ ലെങ്ത് ഷെൽട്ടറും കൂടെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതാണ് ഒരു ബലാസ്റ്റ് ടാമ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇതിന് താഴെ കൈകൾ പോലെ കാണാം. അത് ഉപയോഗിച്ചാണ് അവർ ബലാസ്റ്റ് ടാമ്പ് ചെയ്യുന്നത്. ഈ കാണുന്ന കൈ പോലത്തെ സാധനമുണ്ട്. ഈ കാണുന്ന കൈ പോലത്തെ സാധനം നേരെ ബലാസ്റ്റിനിടയ്ക്ക് കയറി അല്ലെങ്കിൽ വിറപ്പിക്കും. അപ്പോൾ വിറപ്പിക്കുമ്പോൾ ബലാസ്റ്റ് എന്താ പറയുക, ഹാർഡായിരിക്കുന്നതൊക്കെ ലൂസായി വരും. ഇങ്ങനെയാണ് ബലാസ്റ്റ് ടാമ്പിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വള്ളത്തോൾ നഗർ സ്റ്റാർട്ടർ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു വാപ്ഫോർ ഹൗളിൽ ട്രെയിൻ വരുന്നുണ്ട്. ഏറനാട് എക്സ്പ്രസ് ആണത്. കുറച്ച് നേരം കിടന്നിട്ട് ഇപ്പോൾ നമ്മളിത് വള്ളത്തോൾ നഗറിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഷൊർണൂർ ബി ക്യാബിൻ്റെ ഹോം സിഗ്നലാണ് നിൽക്കുന്നത്. സിഗ്നൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. അത് ക്ലിയർ ആയാലേ നമുക്ക് പാലം കടക്കാൻ പറ്റുള്ളൂ. ഒരു 2 കിലോമീറ്റർ കൊണ്ട് ഷൊർണൂരിലേക്ക് എത്താൻ. നമുക്ക് താഴെ കിലോമീറ്റർ ബോർഡ് കാണാം 2/2 എന്ന്. 2 കിലോമീറ്റർ കിടന്ന് നമ്മൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തും. ഒരു കഷ്ടിച്ചൊരു 3/4 കിലോമീറ്റർ കൂടി തിരുവനന്തപുരം ഡിവിഷൻ ബാക്കിയാണ്. 1/2 കിലോമീറ്റർ ടു 3/4 കിലോമീറ്റർ ബാക്കിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നിട്ട് നമ്മളിതാ പാലക്കാട് ഡിവിഷനിലേക്ക് കയറുകയാണ്. ഷൊർണൂർ ബി ക്യാബിൻ്റെ ഹോം സിഗ്നലിൽ നമുക്കൊരു ആംബർ കിട്ടിയായിരുന്നു. മഞ്ഞ ബോർഡാണ് ഡിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ബോർഡ്. ഇവിടെ അങ്ങോട്ട് പാലക്കാട് ഡിവിഷനാണ്. ഭാരതപ്പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് നോക്കുക. പാലത്തിന് താഴെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. താഴെയല്ല, പാലത്തിന് മേലെയാണ്. അങ്ങനെ നമ്മൾ ഷൊർണൂർ ബി ക്യാബിൻ കടന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്ക് കയറുകയാണ്.
പഴയ പാലത്തിൻ്റെ ഗേർഡേഴ്സ് കിടക്കുന്നതാണ്. ഭാരതപ്പുഴയിൽ കൊടുക്കേണ്ടതാണ്. പഴയ പാലമാണത്. പാലം റീസെൻ്റ്ലി മാറ്റി പുതിയ ഗേർഡേഴ്സ് സ്ഥാപിച്ചായിരുന്നു. ഏകദേശം നമ്മുടെ ഫുൾ റേക്ക് ഇവിടെ കാണാൻ പറ്റും. ഫുൾ റേക്ക് ഇല്ല കേട്ടോ. 16 തേർഡ് AC കോച്ചുണ്ടായിരുന്നു. അത്രയും കാണാൻ പറ്റുന്നില്ല. ആ കാണുന്നതാണ് ഷൊർണൂർ ഹോം സിഗ്നൽ. ആദ്യം ആ നേരെ കാണുന്ന സിഗ്നൽ. അതിൽ മിക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാറ്റ്ഫോം വലതുവശത്താണ്. ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ഈ ഒരു ലോക്കോനും പിന്നെ അപ്പുറത്ത് വേണാടിൻ്റെ ലോക്കോ കാണാൻ പറ്റും. അതുകൂടെ കാണിക്കാൻ വേണ്ടിയാണ്. ആ കിടക്കുന്നതാണ് വേണാടിൻ്റെ ലോക്കോ. 39004 റോയപ്പുരത്തിൻ്റെ. നമുക്കിപ്പോൾ അങ്ങാടിപ്പുറത്തേക്ക് കണക്ഷൻ ട്രെയിനൊന്നുമില്ല. 2:10 വണ്ടി പോയി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ യാത്ര ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കണം. സൈൻ ഔട്ട് ചെയ്യാനായിട്ടില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ ഒരു വന്ദേ ഭാരത് അമൃത് ഭാരത് സ്കീമിൻ്റെ സ്റ്റാറ്റസൊക്കെ കാണിച്ചിട്ട് സൈൻ ഔട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫ്രഷ് ക്രൂ ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ലോക്കൊക്കെ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഇത്രയായിട്ടോ. റൂഫിങ് ചെയ്ത് തുടങ്ങിയവരതിൻ്റെ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞ് റൂഫിങ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതാണ് ഷൊർണൂർ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഫ്രണ്ടിലോട്ട് പോർച്ചൊക്കെ ഏകദേശം റെഡിയായി. മെയിൻ എക്സിറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ. ഇവിടുത്തെ വഴിയൊക്കെ റെഡിയാവുന്നുള്ളൂ. വണ്ടികൾക്കുള്ള വഴി റെഡിയാവുന്നുള്ളൂ. ലൈറ്റും മറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എപ്പോഴത്തേക്ക് കമ്മീഷൻ ചെയ്യുന്നറിയില്ല. വേഗം ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ എത്തിയോടുകൂടി വീഡിയോ അവസാനിച്ചു. നമ്മുടെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. ഇങ്ങനെ ചുവപ്പണിഞ്ഞ് ഗരീബ് ട്രിപ്പ് എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും ഉണ്ടായിരുന്നുള്ളൂ പ്ലാന്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പുതിയതൊന്നും കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. വീഡിയോ പറ്റിയുള്ള ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി മെമ്പർഷിപ്പ് എടുക്കുക. ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോകളിലേക്ക് പ്രൊഡക്ഷനിലേക്കുള്ളൊരു ഇൻഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുപോലെ സൂപ്പർ താങ്ക്സ് പോലത്തെ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവണം. നമുക്ക് വീണ്ടും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.